morning, children. So today we are going to start a new lesson of culture and heritage. Okay. So in the lesson you can see a picture. Can you say the names of these monuments, of these buildings? Can you say? Okay. So the first picture is Leaning Tower of Pisa. It is in Italy. Okay, Leaning Tower of Pisa. This one is Colosseum, Rome. It is in Rome. Okay. So these are the monuments in the world. Okay, historical buildings. What is this? This one is Egyptian pyramids. Okay, it is the pyramid. This one is the Great Wall of China. Okay, China, Great Wall. So these are the monuments, buildings. Okay, so just as there are many beautiful monuments across the world, India also has a rich history of art and architecture. നമ്മുടെ വേൾഡിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് മോണുമെൻറ്റ്സ് ഉണ്ട്. ബട്ട് ഇന്ത്യക്ക് നല്ലൊരു റിച്ച് ഹിസ്റ്ററി ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഉണ്ട് നമ്മുടെ ഇന്ത്യക്ക്. ഓക്കെ, ദീസ് ഇൻക്ലൂഡ്, ഇതിൽ എന്തൊക്കെയാണ് ഈ ആർക്കിടെക്ചർ ആൻഡ് ആർട്ടിൽ എന്തൊക്കെ പെടും? ദീസ് ഇൻക്ലൂഡ് ആ കൾച്ചർ, traditions, historical monuments, music, dance, paintings, literature and pottery. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കൾച്ചർ, സംസ്കാരം, ട്രഡീഷൻസ്, പഴയ ട്രഡീഷൻസ്, ഓക്കെ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, ബിൽഡിങ്സ്, മ്യൂസിക്, ഡാൻസ്, പെയിൻറ്റിങ്സ്, പല പല പെയിൻറ്റിങ്സ്, ഓക്കെ, ലിറ്ററേച്ചർ, സാഹിത്യം, പോട്ടറി, അതായത് മൺപാത്ര നിർമ്മാണം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഇന്ത്യക്കുള്ള റിച്ച് ഹിസ്റ്ററിയാണ്. സോ ദീസ് ഹാവ് ബീൻ പാസ്ഡ് ഡൗൺ ടു അസ് ഫ്രം ഏർലിയർ ജനറേഷൻസ് ആൻഡ് ആർ കോൾഡ് അവർ ഹെറിറ്റേജ്. ഇത് നമ്മൾ ഓരോ ജനറേഷൻസ് പണ്ട് മുതൽക്കുള്ള തലമുറകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഹെറിറ്റേജ് എന്ന് പറയുക. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോരോ ജനറേഷൻസ്. സോ ദീസ് ആർ കോൾഡ് അവർ ഹെറിറ്റേജ്. സോ ഹെറിറ്റേജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു കാറ്റഗറീസ്. See, this one is the heritage. Environment. Okay, നാച്ചുറൽ ആയിട്ടുള്ളതും ആർട്ടായിട്ടുള്ള ഫോംസും എല്ലാം നമ്മുടെ ഹെറിറ്റേജ് ആയിട്ട് വരും. Okay, this one is the pottery. See, this one is the culture, traditions, എല്ലാം ചേർന്നാണ്. ഡാൻസ് ഫോംസ്, ആർട്ട്, ഡാൻസ് എല്ലാം നമ്മുടെ ഹെറിറ്റേജിൽ പെടും. പൈതൃകം എന്ന് പറയും. ഓക്കെ, ആൻഡ് ദിസ് ഹെറിറ്റേജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു കാറ്റഗറീസ്. രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഹെറിറ്റേജ്. ഫസ്റ്റ് ഇസ് നാച്ചുറൽ ഹെറിറ്റേജ്. ഓക്കെ, നാച്ചുറൽ എന്തായാലും വരിക? The flora and fauna, that is the plants and animals, are our natural inheritance. Flora and fauna എന്ന് പറഞ്ഞാൽ, ഫ്ലോറ മീൻസ് ദ പ്ലാന്റ്സ് ആൻഡ് ഫോണ ആനിമൽസ്. ഓക്കെ, ഇത് നമ്മുടെ നാച്ചുറൽ ഇൻഹെറിറ്റൻസ് ആണ്, നാച്ചുറൽ ഹെറിറ്റേജ്. പ്ലാന്റ്സും നമ്മുടേതായ തനതായ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അല്ലേ? നെക്സ്റ്റ് കാറ്റഗറി ഈസ് കൾച്ചറൽ ഹെറിറ്റേജ്. കൾച്ചറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ദീസ് ഇൻക്ലൂഡ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഓർ മോണുമെൻറ്റ്സ്. പഴയ ബിൽഡിങ്സോ മോണുമെൻറ്റ്സും വരാം. ഇൻസ്ക്രിപ്ഷൻസ്, പെയിൻറ്റിങ്സ്, ഡാൻസ്, മ്യൂസിക്, ലിറ്ററേച്ചർ, റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൾച്ചറൽ ഹെറിറ്റേജിൽ വരും. സീ ദ പിക്ചേഴ്സ്, റിച്വൽസ്, ഓക്കെ, ഇതെല്ലാം ഡാൻസ് ഫോംസ് എല്ലാം വരും കൾച്ചറൽ ഹെറിറ്റേജ്.
See the picture. This one is the inscriptions. എന്ന് വെച്ചാൽ ഓരോ വുഡൻ പീസിലോ അല്ലെങ്കിൽ കല്ലിലോ ഒക്കെ ആലേഖനം ചെയ്യപ്പെട്ട് റിട്ടൺ ആണ്. ഓക്കെ, അതെല്ലാം ഇങ്ങനെ കൊത്തിയെടുത്തതാണ്. അതിനാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയാം. പെയിൻറ്റിങ്സ് ആവാം, ഇതെല്ലാം നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജിൽ വരും. സോ 2 types are there, natural and cultural. Okay, these are all included in the cultural heritage. Next is stupa. Stupa, what do you mean by stupa? Is stupa എല്ലാം cultural heritage വരും. Let us learn about some of our heritage and culture. ഈ ലെസണിൽ നമുക്ക് ഹെറിറ്റേജിനെയും കൾച്ചറിനെയും കുറിച്ചാണ് ഈ ലെസണിൽ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റൂപ്പ. Stupas are large structures with roofs shaped in the form of a semicircle. സ്റ്റൂപ്പ എന്ന് പറയുന്നത് വലിയൊരു സ്ട്രക്ചറാണ്. അതിൻ്റെ റൂഫ് എങ്ങനെയാണ്? ഒരു സെമി സർക്കിളിൻ്റെ ഫോമിലാണ്. ഫുൾ സർക്കിൾ അല്ല, പകുതി സർക്കിൾ. ഓക്കെ, ദീസ് ബിൽഡിങ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ബുദ്ധിസം ആൻഡ് ആർ സെഡ് ടു കണ്ടെയ്ൻ റിലിക്സ് ഓഫ് ദ ബുദ്ധ. ഈ ബിൽഡിങ്സൊക്കെ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് ആർ സെഡ് ടു കണ്ടെയ്ൻ റിലിക്സ് ഓഫ് ദ ബുദ്ധ. ബുദ്ധയുടെ ഓരോരോ റിലിക്സ് ഉണ്ട് എന്നാണ് പറയണത്. ഓക്കെ, സീ ദ പിക്ചർ. ദിസ് വൺ ഈസ് എ stupa. This stupa is the name is the stupa at Sanji in Madhya Pradesh. Is one of the oldest stupas. Madhya Pradeshiലുള്ള ഈ സ്റ്റൂപ്പ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൂപ്പയാണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 4 gateways. അതിന് ചുറ്റും ഒരു 4 ഗേറ്റ് ഉണ്ട്. The stones used to make these gateways are carved with scenes from the life of the Buddha. ഈ ഗേറ്റ്വേസ് ഉണ്ടാക്കിയ സ്റ്റോൺസ് ഉണ്ടല്ലോ, കല്ലുകൾ, അത് കൊത്തിയെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊത്തിയെടുത്തിരിക്കുന്നത് ഫ്രം ദ ലൈഫ് ഓഫ് ദ ബുദ്ധയുടെ ലൈഫിൻ്റെ കുറേ സീൻസാണ് അതിൽ കുത്തിവെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ബിൽഡിങ്സ് ആർ ശരിക്കും ബുദ്ധിസമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗേറ്റ്വേസിലൊക്കെ ബുദ്ധയുടെ ലൈഫിലെ സീൻസ്, ഓക്കെ, ഓരോരോ സംഭവങ്ങൾ, ഓരോരോ കാര്യങ്ങളൊക്കെ കുത്തിവെച്ചതാണ് ഇതിൻ്റെ ഗേറ്റ്വേസ്. ഓക്കെ, സോ റീഡ് ദ ലെസൺ കെയർഫുള്ളി. ഓക്കെ, താങ്ക് യു.